എത്രയോ കാലം കൂടിയാണ് ഹൃദയം മുഴുവനും തുറന്ന് നിന്റെ അടുക്കൽ ഞാനിങ്ങനെ നിൽക്കുന്നത്. ഏറെ നാളുകളായി പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ലായിരുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകി വീണ്ടും എന്നെ അവിടുത്തെ അടുത്ത് കൊണ്ടുവന്നു. ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഈ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്
ഇതുപോലെ അങ്ങയുടെ അടുത്ത് ആയിരിക്കുവാനായിട്ടാണ്. നിന്റെ അടുത്തിരിക്കുവാനും നിന്നോട് ചേർന്നിരിക്കുവാനുമൊക്കെ ആയിട്ടാണല്ലോ നീ ഞങ്ങളെ വിളിച്ചത്. പ്രിയപ്പെട്ട ഈശോയെ, നിന്റെ അടുക്കലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ഈ ലോകം മുഴുവനും വേണ്ടിയിട്ട് ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഹൃദയപൂർവ്വം നമുക്ക് ഏറ്റുപാടാം. ആരാധന, ആരാധന, ആയിരം ആരാധന. ഈശോയെ, എന്തോരം എഴുതിരികൾ അങ്ങയുടെ മുമ്പിൽ എരിഞ്ഞ് അടങ്ങിയാലും ഒരു മനുഷ്യഹൃദയം അങ്ങയുടെ മുമ്പിൽ വന്ന് ജ്വലിച്ചു നിൽക്കുമ്പോൾ അങ്ങയുടെ സന്തോഷം എത്രയോ വലുതാണ്. ഈ നിമിഷത്തിൽ അങ്ങയുടെ മുൻപിൽ ഞാൻ ആയിരിക്കുന്നത് മറ്റെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ഞാൻ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഞാൻ ഓർമ്മിക്കുന്നു. അന്ധകാരം എന്നെ പിടികൂടിയ ദിവസങ്ങളുണ്ടായിരുന്നു, കാലങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനാവാതെ ഞാൻ നടന്ന നിമിഷങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അന്ധകാരത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. കർത്താവേ, അവർക്കൊക്കെ വേണ്ടി അങ്ങയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി എൻ്റെ മനസ്സ് തുറക്കുകയാണ്. അവർക്ക് വേണ്ടി എൻ്റെ അധരങ്ങൾ ഞാൻ തുറക്കുകയാണ്. ഹൃദയം മുഴുവനും നുറുങ്ങി അന്ധകാരത്തിലായിരിക്കുന്ന, അങ്ങയെ കാണാൻ കഴിയാത്ത, അങ്ങയെ കേൾക്കാൻ കഴിയാത്ത, അങ്ങയെ അനുഭവിക്കാൻ കഴിയാത്ത എല്ലാ മക്കൾക്കും വേണ്ടി ഈശോയെ, നിന്റെ ആരാധന ഞാൻ ഇപ്പോൾ പാടട്ടെ. ആരാധന, ആരാധന, ആയിരം ആരാധന. ആരാധന, ആരാധന, ആയിരം ആരാധന. ആരാധന, ആരാധന, യുദ്ധത്തിൻ്റെ കെടുതികളിൽ വീണ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടു പോയവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവർ, വിശ്വാസത്തിന് മുമ്പിൽ വലിയ ചോദ്യങ്ങൾ ഉണ്ടായവർ, അവരെയൊക്കെ ഈ നിമിഷങ്ങളിൽ അവിടുത്തെ മുൻപിലിരുന്ന് ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈശോയെ, അപ്പമായവനെ, ഞങ്ങളുടെ അടുത്തിരിക്കുന്നവനെ, എല്ലാം കാണുന്നവനെ, ആ മക്കൾക്കെല്ലാവർക്കും വേണ്ടി യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ കടന്നുപോയി അതിൻ്റെ സങ്കടങ്ങൾ അനുഭവിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആയിരം ആരാധന. ആരാധന, ആരാധന, ആയിരം ആരാധന. ആരാധന, ആരാധന, ആത്മാവിലാരാധന. ഈശോയെ, നിന്നെ പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ, വിശ്വസിക്കുന്നതിൻ്റെ പേരിലൊക്കെ മർദ്ദനം അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രത്യേകിച്ചും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ
വിശ്വാസം പ്രസംഗിക്കുന്നതിന് ഏറെ തടസ്സങ്ങളുള്ളതായി ഞങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് വേദന അനുഭവിക്കുന്ന ഓരോ മക്കളും ശക്തി പ്രാപിക്കാനായിട്ട് അവിടുത്തെ മുമ്പിൽ നിന്ന് ഹൃദയപൂർവ്വം സ്വരമുയർത്തി ഒരിക്കൽ കൂടി ഞങ്ങൾ പാടട്ടെ. ആരാധന, 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 ആയിരം ആരാധന, 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 ആയിരം ആരാധന, 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 ആത്മാവിൽ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. പാപിനിയായ ഒരു സ്ത്രീയെയും കൊണ്ട് ഫരിസേയരും നിയമജ്ഞരും കൂടി ഈശോയുടെ മുൻപിലേക്ക് എത്തുകയാണ്. അവരുടെ എല്ലാം കൈകളിൽ വലിയ കല്ലുകളുണ്ട്. ആ കല്ലുകളിലെല്ലാം മരണം എന്നെഴുതി വച്ചിട്ടുണ്ട്. അവളെ എറിഞ്ഞ് കൊല്ലാനുള്ള കല്ലുകളാണത്. മൃത്യുവിൻ്റെ വായിലാണ് അവൾ നിന്നത്. അവൾ പാപം ചെയ്ത സ്ത്രീയായിരുന്നു. ഈശോയുടെ മുൻപിലേക്ക് കൊണ്ട് അവളെ വലിച്ച് ഇട്ടപ്പോൾ അവളുടെ മുഖത്തേക്ക് ഈശോ നോക്കി. ഭയവിഹ്വലിയായിരുന്ന അവളുടെ മുഖം അവൻ കണ്ടു. ഒന്നും മിണ്ടാതെ കുനിഞ്ഞ് വിരൽ കൊണ്ട് അവൻ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ആക്രോശിച്ച ജനം ചോദിക്കുകയാണ്, ഇവളെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലട്ടെയോ? ഈശോയുടെ ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ പതിക്കേണ്ടതാണ്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ല് എറിയട്ടെ. എൻ്റെ ഈശോയെ, പാപികളോട് എത്ര വലിയ കരുണയാണ് നീ കാണിച്ചത്. ലൂക്കായുടെ സുവിശേഷത്തിൽ വീണ്ടും ഞങ്ങൾ വായിക്കുന്നുണ്ട്, നീ ഒരാളുടെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ അവിടേക്കൊരു സ്ത്രീ കടന്നു വന്നു, പാപിനിയായ ഒരുവൾ. അവൾ തൈലം ഉപയോഗിച്ച് നിന്റെ ശിരസിലും പാദങ്ങളിലുമൊക്കെ പുരട്ടി. എല്ലാവരും അവളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നീ പറഞ്ഞു, അവൾ എന്നെ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് അവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പാപികളോട് ക്ഷമിക്കുന്ന, കരുണ കാണിക്കുന്ന നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്രയം അങ്ങനോട് കാണിക്കുന്ന കരുണയാണ്. നിന്റെ കരുണയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജീവിതത്തിൽ മുമ്പോട്ട് നടക്കാൻ ആവത്തില്ലായിരുന്നു ഈശോയെ. ആ വലിയ കരുണയെ ഞാൻ ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപങ്ങളിൽ തകരുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിൽ നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ മനസ്സുകൾക്കകത്ത് പാടിപ്പതിഞ്ഞ ഈരടികളുണ്ട്. കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ, പാപിയാണ് ഞാൻ ഈശോയെ, ഞാൻ പാപിയാണ്. ഒന്ന് ചേർന്ന് നമുക്കത് പാടാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ
നമ്മുടെ വീടുകൾക്കകത്തൊക്കെ ഏതൊക്കെയോ മക്കളെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നില്ലേ? പഠിക്കാൻ വിട്ടിട്ട് പഠിക്കാതെ പോയ കുഞ്ഞുങ്ങൾ, മദ്യത്തിന് അടിമകളായ കുഞ്ഞുങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്ഥിരബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എത്ര പറഞ്ഞാലും അനുസരിക്കാത്തവർ, എത്രയേറെ പ്രശ്നങ്ങളിൽപ്പെട്ടാലും ആ ബന്ധനങ്ങളിൽ നിന്ന് പിന്മാറാൻ കഴിയാത്തവർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ മക്കളെയും ഈശോയ്ക്കൊന്ന് കൊടുത്തേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമൊക്കെ എൻ്റെ പക്കൽ വരാൻ പറഞ്ഞവനാണ് ഈ അപ്പത്തിൽ ഇരിക്കുന്നത്. പേര് ചൊല്ലി നമ്മുടെ ആ മക്കളെയൊക്കെ ഈശോയുടെ മുമ്പിൽ ഒന്ന് വെച്ചേ. ഒരു തുള്ളി കണ്ണീര് അവർക്ക് വേണ്ടി കൊടുത്ത് ഈശോയുടെ അടുത്തേക്ക് അവരെ ഒന്ന് വെച്ചേ. അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മാനസിക രോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നന്നേ കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ ഡിപ്രഷന് വേണ്ടി മരുന്ന് കഴിക്കുന്നവരാണ്, ആങ്സൈറ്റിക്ക് വേണ്ടി മരുന്ന് കഴിക്കുന്നവരാണ്. എത്രയേറെ മാനസിക അസ്വാസ്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. എവിടൊക്കെയോ അവർക്ക് തളർച്ച പറ്റിയിട്ടുണ്ട്, എവിടൊക്കെയോ അവർക്ക് ബന്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എവിടൊക്കെയോ അവരുടെ ബന്ധങ്ങളിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. മാനസികമായ പ്രയാസമനുഭവിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഓർമ്മിക്കുക. നമുക്കറിയാവുന്ന അവരുടെയൊക്കെ പേരുകൾ ഈശോയ്ക്ക് മുമ്പിലേക്ക് വെക്കുക. ഓർമ്മിക്കുക, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ഒരു സ്ത്രീ അവൻ്റെ പിന്നാമ്പുറങ്ങളിൽ ചെന്ന് ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. നിന്റെ വീട്ടിലിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ വിശ്വാസത്തോടെ ആ കുഞ്ഞിനെ ഓർത്ത് ഒന്ന് പ്രാർത്ഥിക്കൂ. ഈ നിമിഷത്തിൽ ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിക്കാം. മരുന്നുകൾ അവർക്ക് സൗഖ്യം കൊടുക്കും, എന്നാൽ അതിലേറെ കർത്താവിൻ്റെ പരിപാലന അവർക്ക് സുരക്ഷിതത്വം നൽകും. അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. വിവാഹ ജീവിതത്തിൽ തകർച്ചകൾ വന്ന് വീടുകൾക്കകത്ത് തന്നെ നിൽക്കുന്നവർ നമ്മുടെ വീട്ടിലുണ്ടോ? ഭർത്താവുമായി അകന്നു കഴിയുന്ന ഭാര്യ, ഭാര്യയുമായി ചേർന്ന് പോകാൻ കഴിയാത്ത ഭർത്താവ്, ആരുടെയും കൂടെയല്ലാതെ നിൽക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ, തകർന്നു പോകുന്ന കുടുംബങ്ങൾ,
അങ്ങനെയുള്ളവരെ ഓർത്ത് ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ക്ഷമിക്കുവാൻ, ഒന്ന് കരുണ കാണിക്കുവാൻ, ഒരല്പം വിട്ടുകൊടുക്കുവാൻ, ഇത്തിരിയും കൂടി എളിമയുണ്ടാകുവാൻ, നമ്മുടെ ഈഗോകളൊക്കെ മാറ്റിവെച്ചിട്ട് പരസ്പരം ഒന്ന് കൈകൾ കൂട്ടിപ്പിടിക്കുവാൻ, അതൊക്കെ ആ മക്കൾക്കുണ്ടാവണം. നമ്മൾ എവിടെയാണത് പറയുക? ഈശോയാണ് നമ്മുടെ അഭയം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല, എന്നെ കൂടി നിങ്ങൾക്കെല്ലാം സാധ്യമാണ് എന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ മുൻപിലേക്ക് പ്രയാസമുള്ള എല്ലാ കുടുംബങ്ങളെയും നമുക്ക് എടുത്തു വെക്കാം. വിവാഹ തകർച്ച നേരിടുന്ന എല്ലാ മക്കളെയും ഈശോയ്ക്ക് മുൻപിലേക്ക് വെക്കാം. അവരുടെ മേലേക്ക് കർത്താവിൻ്റെ കരുണയുടെ സ്പർശം ഈ നിമിഷത്തിൽ ഉണ്ടാവട്ടെ. ആ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് പാടാം. കരുണ തോന്നണമേ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മക്കളില്ലാത്ത എത്രയോ ദമ്പതികളുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഹൃദയം നുറുങ്ങി ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ ഈശോയുടെ പക്കലേക്ക് നമുക്ക് കൊടുക്കാം. വിവാഹത്തിലൂടെ ഒരുമിച്ചെങ്കിലും മനുഷ്യരൊക്കെ അവരെ ഇപ്പോഴും ഉറ്റുനോക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, ഒരുപാട് സഹതാപം കാണിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവർ വിഷമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മക്കളുള്ളവർ അവരെന്തെങ്കിലും അബദ്ധങ്ങളിൽ ചാടുമ്പോൾ, അഥവാ മക്കൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പിന്നീട് പുറത്തേക്കിറങ്ങാനാവാതെ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെയൊക്കെ ഈ നിമിഷങ്ങളിൽ നമുക്ക് ഓർമ്മിക്കാം. അവർക്കെല്ലാവർക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എണ്ണമറ്റ പാപങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. എൻ്റെ എണ്ണമേറുന്ന എല്ലാ പാപങ്ങളും അവിടുത്തെ മുമ്പിൽ നിന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് കരുണ തോന്നണമേ എന്ന് ഈശോയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീറിടുന്ന ജീവിതം, വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് ഞാൻ വന്നതെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് അവൻ്റെ മുൻപിൽ നിൽക്കാം. പാപം ചെയ്യാതെ മുന്നോട്ട് ജീവിക്കാനുള്ള കൃപ അത് നമുക്കുണ്ടാവണം. അതിനായി എളിമയോടെ പ്രാർത്ഥിക്കാം. പാപം ചെയ്യാതെ നിൽക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ ദാനത്തിനായി ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. ഓ
പാവനാത്മാവേ, എൻ്റെ ഉള്ളിലേക്ക് നീ വരണമേ. പാവനാത്മാവേ, ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. ഓ പാവനാത്മാവേ, മുള്ളുകൾ നിറയും എൻ മരുഭൂവിൽ പാപങ്ങളേറെയുള്ള എൻ ജഡത്തിന്മേൽ തീയിടുക. വീണ്ടും ശുദ്ധി നൽകുക, വീണ്ടും അഗ്നി നൽകുക. പാവനാത്മാവേ, നീ എന്നിൽ നിറഞ്ഞിടുക. വീണ്ടും ശുദ്ധി